പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS റാങ്ക് ലിസ്റ്റ്, താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 8/7/2024 പ്രസിദ്ധീകരിക്കുമെന്നും ഫൈനൽ യഥാർത്ഥ റാങ്ക് ലിസ്റ്റ് 10/7/2024 പ്രസിദ്ധീകരിക്കുമെന്നാണ് LBSൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഷെഡ്യൂൾ പ്രകാരം അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഇൻഡെക്സ് പ്രകാരം ഏത് റാങ്ക് ആയിരിക്കും ഏകദേശം ലഭിക്കുക എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതിനാണ്. ഏതുവരെ ഇൻഡെക്സ് ഉള്ളവർക്കാണ് സെൽഫ് ഫിനാൻസ് കോളേജിലും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലും 2023 അവസാനം അഡ്മിഷൻ ലഭിച്ചിരുന്നത് എന്നതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. +2 റിസൾട്ട് വന്നതോടുകൂടി നിങ്ങൾക്കുള്ള ഇൻഡെക്സ് എത്രയാണ് എന്നുള്ളത് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് +2 സെക്കൻഡ് ഇയറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 120 ലഭിച്ചതിനെ ആദ്യം ടോട്ടൽ ചെയ്യുക. എന്നിട്ട് അതിനെ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ ലഭിക്കുന്നത് അതാണ് നിങ്ങൾക്കുള്ള ഇൻഡെക്സ്. ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥികൾക്ക് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് അത് തന്നെയായിരിക്കും അവർക്കുള്ള ഇൻഡെക്സ്. അതേസമയം CBSE, ICSE പോലുള്ള സ്ട്രീമുകളിൽ പഠിച്ചവർക്ക് പ്രത്യേക കാൽക്കുലേഷൻ ഒന്നുമില്ല. അവർക്ക് ഓരോ വിഷയവും 100 തന്നെയാണ് സെക്കൻഡ് ഇയറിൽ ഉള്ളത്. അത് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് എത്രയാണോ ഉള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ടോട്ടൽ ചെയ്ത് എത്രയാണോ ഉള്ളത് അത് ആയിരിക്കില്ല അവരുടെ ഇൻഡെക്സ്. അവരുടെ ഇൻഡെക്സിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നോർമലൈസേഷൻ എന്നൊരു പ്രൊസീജിയർ ഉണ്ട്. അത് പ്രകാരം മിക്കവാറും അവർക്ക് ലഭിക്കാൻ പോകുന്ന ഇൻഡെക്സ് അവർക്ക് എത്രയാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനേക്കാൾ അല്പം മുകളിലായിരിക്കും. ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഇൻഡെക്സിന് ഏത് റാങ്ക് ആയിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇതിനായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷത്തെ LBSൻ്റെ അഡ്മിഷൻ വെബ്സൈറ്റാണ്. ഈ കാണുന്നതാണ് ആ ഒരു വെബ്സൈറ്റ്. കൃത്യമായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അതിലൂടെ വേണം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ. ഈ വർഷത്തെ വെബ്സൈറ്റ് വഴി ഈ ഒരു ഡാറ്റ ലഭ്യമാകുന്നതല്ല. ഈ ഒരു വെബ് പേജിൽ റാങ്ക് ലിസ്റ്റ് എന്നൊരു ലിങ്ക് കാണാം. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. പിന്നീട് വരുന്ന പേജിൽ റാങ്ക് ലിസ്റ്റ് എന്നതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് 1 എന്നത് സെലക്ട് ചെയ്യുക. അടുത്ത ടാബിൽ കോട്ട എന്നതിൽ നിന്ന് സ്റ്റേറ്റ് മെറിറ്റ് കോട്ട എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഷോ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ, അതായത് അപ്ലൈ ചെയ്ത എല്ലാവരും ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റാണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ്. ഓരോരുത്തർക്കുമുള്ള ഇൻഡെക്സ് അനുസരിച്ച് അവസാനം ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് ആർക്കാണോ അവർ വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്നതാണ്. ആദ്യ റാങ്കുകൾ നൽകിയിരിക്കുന്നത് ഫുൾ ഇൻഡെക്സ് ഉള്ള, അതായത് 300 തന്നെ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ്. ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ കോളത്തിൽ ഇൻഡെക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓരോ വിദ്യാർത്ഥിക്കുമുള്ള റാങ്ക്, ഇൻഡെക്സ് പ്രകാരമുള്ള റാങ്ക് എത്രയാണ് എന്നുള്ളത് ഏറ്റവും വലതുവശത്ത് നൽകിയതായിട്ട് കാണാം. ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ പേജാണ്. ഒരു പേജിൽ 100 വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. ഏറ്റവും താഴെ റെഡ് കളറിൽ പേജ് നമ്പർ നൽകിയിട്ടുണ്ട്. പേജ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഒരേ ഇൻഡെക്സ് ഉള്ള നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വ്യത്യസ്ത റാങ്ക് നൽകാൻ വേണ്ടി, ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പരിഗണിക്കുന്നത് ഒരേ ഇൻഡെക്സ് വരുമ്പോൾ ആർക്കാണ് അതിൽ ബയോളജിയിൽ കൂടുതൽ ഉള്ളത് എന്ന് നോക്കും. പിന്നെയും തുല്യമാണ്, ബയോളജിയും 2 പേർക്കും തുല്യമാണ് എങ്കിൽ ആർക്കാണ് കെമിസ്ട്രിയിൽ കൂടുതൽ ഉള്ളത് എന്ന് നോക്കും. പിന്നെ നോക്കുന്നത് ഫിസിക്സിൽ ആർക്കാണ് കൂടുതൽ ഉള്ളത് എന്നാണ്. ഇനിയും തുല്യമായിട്ട് വരികയാണ് എങ്കിൽ ആർക്കാണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ടോട്ടൽ മാർക്ക് പെർസെൻറ്റേജ് 1200 ആർക്കാണ് കൂടുതൽ ഉള്ളത് എന്നാണ് നോക്കുക. പിന്നെയും തുല്യമായിട്ട് വരികയാണ് എങ്കിൽ സെക്കൻഡ് ഇയറിൽ ഈ ഇംഗ്ലീഷിൽ ആർക്കാണ് കൂടുതൽ ഉള്ളത് എന്നാണ് നോക്കുന്നത്. പിന്നെയും തുല്യമായിട്ട് വരുമ്പോൾ ആർക്കാണ് കൂടുതൽ വയസ്സുള്ളത്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നോക്കുന്നത്. ഇവിടെ ഓരോ വിദ്യാർത്ഥിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ എത്രയാണ് സ്കോർ ഉള്ളത്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എത്രയാണ് സ്കോർ ഉള്ളത് എന്നത് നൽകിയത് കാണാവുന്നതാണ്. അത് 100 കാണിച്ചിരിക്കുന്നത്. അത് 100 കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ നമ്മൾ 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇവിടെ നൽകിയിട്ടുള്ള ഇംഗ്ലീഷ് ടൈ ബ്രേക്കിന് മാത്രമാണ് പരിഗണിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് ഇൻഡെക്സിന് പരിഗണിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഇൻഡെക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വെബ് പേജിലേക്ക് വന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഇൻഡെക്സ് ഏതാണോ അതേ പേജിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങളുടെ റാങ്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇൻഡെക്സ് മാത്രം പോരാ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് 100 എത്രയാണ് നിങ്ങൾക്ക് സ്കോർ ഉള്ളത്, 120 അത് 100 കൺവേർട്ട് ചെയ്ത് അത് എത്രയാണ് സ്കോർ ഉള്ളത് എന്ന കണക്ക് കൂടി നിങ്ങളുടെ കൈവശമുണ്ടാകണം.
എന്നിട്ട് നിങ്ങൾക്ക് സാവകാശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻഡെക്സ് എത്രയാണ്, അതുപോലെ തന്നെ അത് പ്രകാരം നിങ്ങൾക്ക് ഏത് റാങ്ക് ആയിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വർഷത്തെ LBS, PNC MAC, MCSFN, CK, CPAS, അതുപോലെ തന്നെ SPMA പോലുള്ള വിവിധ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എവർക്കും നന്ദി, നമസ്കാരം.